ഫ്രാൻസിലെ ലേ ബ്ലാങ്ക് എന്ന പ്രകൃതി രമണീയമായ ഗ്രാമപ്രദേശത്ത് പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ശാന്തമായ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോവുകയാണ് ഒരു കൂട്ടം സന്യാസിനിമാർ. സാധാരണയൊരു മഠമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ലിറ്റിൽ സിസ്റ്റേഴ്സ് ഡിസൈപ്പിൾസ് ഓഫ് ദി ലാംപ് എന്ന ഈ സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഡൗൺ സിൻഡ്രോം ബാധിച്ച വനിതകളെ മിശിഹായുടെ മണവാട്ടികളായ സന്യാസികളായി സ്വീകരിക്കുന്ന ലോകത്തിലെ ഒരേയൊരു ഔദ്യോഗിക സന്യാസിനി സമൂഹമാണിത്. 1985 ഈ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമാകുന്നത്. ഡൗൺ സിൻഡ്രോം ബാധിതയായ സിസ്റ്റർ വെറോണിക് എന്ന പെൺകുട്ടി ദൈവവിളി തിരിച്ചറിഞ്ഞ് സന്യാസ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ശാരീരികാവസ്ഥകൾ കാരണം പല മഠങ്ങളും അവരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ വെറോണിക്കിന്റെ ഉള്ളിലെ ആത്മാർത്ഥമായ ദൈവവിശ്വാസം തിരിച്ചറിഞ്ഞ മദർ ലൈൻ അവർക്ക് കൂട്ടായി എത്തി. ഫ്രാൻസിലെ ടൂറൈനിലുള്ള ഒരു ചെറിയ വീട്ടിൽ രണ്ടുപേരും ചേർന്ന് ഈ പുതിയ സമൂഹത്തിന് തുടക്കമിട്ടു. സമാന മനസ്സുള്ള കൂടുതൽ പേർ ഒപ്പം ചേർന്നതോടെ 1995 ഈ സമൂഹം ലേ ബ്ലാങ്കിലേക്ക് പ്രവർത്തനം മാറ്റി. തുടർന്ന് 1999 ബൂർഷ്യയിലെ ആർച്ച് ബിഷപ്പ് പിയറി പ്ലാറ്റോയിൽ നിന്ന് ഔദ്യോഗിക കത്തോലിക്ക സന്യാസിനി സമൂഹമായി അംഗീകാരം നേടി. പ്രാർത്ഥനയും അധ്വാനവും സമന്വയിപ്പിച്ചുള്ള ബെനഡിക്റ്റൈൻ രീതിയിലാണ് ഇവരുടെ ദിവസങ്ങൾ കടന്നുപോകുന്നത്. വൈകല്യങ്ങളില്ലാത്ത മറ്റു സഹോദരിമാരും ഇവർക്കൊപ്പം താമസിച്ച് പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളുന്നു. 2017 വത്തിക്കാൻ സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിലേക്ക് ഈ സഹോദരിമാർക്ക് ക്ഷണം ലഭിച്ചു. റോമിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പായെ നേരിൽ കണ്ട ഇവർ സഭയിൽ തങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം മഹത്തരമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്തു. ബുദ്ധിശക്തിയോ ശാരീരിക ക്ഷമതയോ അല്ല, മറിച്ച് ദൈവസ്നേഹത്തോട് പ്രതികരിക്കാൻ തയ്യാറുള്ള മനസ്സാണ് ഒരു ദൈവവിളിക്ക് ആവശ്യമെന്ന് ഈ സന്യാസിനികൾ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. സന്തോഷവും നിശബ്ദ സേവനവും വഴി തങ്ങളുടെ ജീവിതത്തെ തന്നെ മഹത്തായ ഒരു സന്ദേശമാക്കി മാറ്റുകയാണ് ഈ കൊച്ചു സഹോദരിമാർ. ചർച്ച് ഡെസ്ക്, ഷിഖൈന ന്യൂസ്.